Hi all, welcome to Chlorophyll Learning Platform. Myself, Dr. Shruti. Today, we will discuss two important topics for your QET biology exam under the subheading Biotechnology and its applications. The topics are gene therapy and BT cotton. സോ എന്താണ് ജീൻ തെറാപ്പി? ജീൻ തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഒരു ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്കൊരു അസുഖം വരാതെ നോക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി വന്ന ഒരു അസുഖത്തിനെ ട്രീറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ആ ബോഡിയിൽ ആ ഒരു ഡിസീസ് കോസ് ചെയ്യാൻ കാരണമായിട്ടുള്ള ഡിഫക്റ്റീവ് ജീനിനെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യും. സോ ഇറ്റ് ഈസ് എ മെഡിക്കൽ ടെക്നിക് ദാറ്റ് ഇൻവോൾവ്സ് മോഡിഫൈയിങ് ഓർ റീപ്ലേസിംഗ് ഡിഫക്റ്റീവ് ജീൻസ് ടു ട്രീറ്റ് ഓർ പ്രിവെന്റ് ഡിസീസസ്. അസുഖം വരാൻ കാരണമായിട്ടുള്ള ഒരു ജീൻ ഉണ്ടായിരിക്കും, അതിനെ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് ജീൻ തെറാപ്പി. ഇതിൽ ഫങ്ഷണൽ DNA പേഷ്യന്റ് സെല്ലിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ റീപ്ലേസിംഗ് എ ഫോൾട്ടി ജീൻ. ഫോൾട്ടി ആയിട്ടുള്ള ജീനെ റീപ്ലേസ് ചെയ്യുക, ഓർ എൽസ് വി ക്യാൻ ഇനാക്ടിവേറ്റ് എ ഹാർംഫുൾ ജീൻ ഓർ ഇൻട്രൊഡ്യൂസിംഗ് എ ന്യൂ ജീൻ ടു ഹെൽപ്പ് ഫൈറ്റ് ഡിസീസസ്. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ ഫോൾട്ടി ജീനെ റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഹാർംഫുൾ ജീനെ ഇനാക്ടിവേറ്റ് ചെയ്ത് കളയാം, റീപ്ലേസ് ചെയ്യാതെ ഇനാക്ടിവേറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ പുതിയൊരു ജീനിനെ ഡിസീസ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് ജീൻ തെറാപ്പി പറയുന്നുണ്ട്. ടൈപ്സ് ഓഫ് ജീൻ തെറാപ്പി പറയുകയാണെങ്കിൽ സൊമാറ്റിക് ജീൻ തെറാപ്പി ഉണ്ട്, ജേം ലൈൻ ജീൻ തെറാപ്പി ഉണ്ട്. സൊമാറ്റിക് ജീൻ തെറാപ്പി എന്ന് പറയുമ്പോൾ അത് ടാർഗറ്റ് ബോഡി സെൽസ് ആണ്, നമ്മുടെ ബോഡി സെൽസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിൽ ചേഞ്ചസ് ഇൻഹെറിറ്റഡ് അല്ല, അതായത് ഇൻഹെറിറ്റഡ് ആയിട്ട് അടുത്ത പരമ്പരയിലേക്ക് അങ്ങനെ വരുന്നില്ല, ചേഞ്ചസ് ഇൻഹെറിറ്റഡ് അല്ല. പിന്നെ അത് ട്രീറ്റ് ചെയ്യുന്നത് ഡിസീസസ് ഇൻ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിൽ വരുന്ന ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൊമാറ്റിക് ജീൻ തെറാപ്പി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടാർഗറ്റ് ബോഡി സെൽസ് ആണ്, ദെൻ ഇൻഹെറിറ്റഡ് അല്ല, പിന്നെ അതുപോലെ ഇൻഡിവിജ്വലിലുള്ള ഡിസീസസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി ജേം ലൈൻ ജീൻ തെറാപ്പി എന്ന് പറയുമ്പോൾ അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് സെൽസ് ആണ്, അതായത് സ്പേംസ് ആവാം അല്ലെങ്കിൽ എഗ് ആവാം, അങ്ങനെയുള്ള റീപ്രൊഡക്റ്റീവ് സെൽസിനെ ടാർഗറ്റ് ചെയ്യുന്ന തെറാപ്പിയാണ് ജേം ലൈൻ ജീൻ തെറാപ്പി. അതിൽ വരുന്ന ചേഞ്ചസ് ഹെറിറ്റബിൾ ആണ്. ഓക്കെ, അതിങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ചേഞ്ചസ് ആണ്. പിന്നെ അത് വൈഡ്ലി അലൗഡ് അല്ല, കാരണം ഇത് ഹെറിഡിറ്ററി വരുന്ന ചേഞ്ചസ് ആയതുകൊണ്ട് തന്നെ എത്തിക്കൽ കൺസേൺസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് അല്ല. ഇനി വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ജീൻ ഡെലിവറി? ഈ ജീൻ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്? നമുക്ക് വൈറൽ മെത്തേഡ്സും ഉപയോഗിക്കാം, അതായത് വൈറൽ വെക്ടേഴ്സ് വഴിക്ക് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോൺ വൈറൽ മെത്തേഡ്സ് യൂസ് ചെയ്യാം. വൈറൽ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മോഡിഫൈഡ് ആയിട്ടുള്ള വൈറസസിനെ ഉപയോഗിക്കാം. എന്തിനു വേണ്ടിയിട്ട്? ഈ ഹെൽത്തി ആയിട്ടുള്ള ജീനിനെ ഹോസ്റ്റ് സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? മോഡിഫൈ ചെയ്തിട്ടുള്ള വൈറസസിനെ ഉപയോഗിക്കാം. അതിനുവേണ്ടി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വൈറസുകളാണ് റെട്രോ വൈറസ്, അഡിനോ വൈറസ്, ലെൻഡി വൈറസ്. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്നത്. മേ ബി നമുക്ക് ചോദിക്കാം, ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കാം. അപ്പൊ വൈറൽ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ വൈറസുകളെ മോഡിഫൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് വൈറസുകളായിട്ട് ഉപയോഗിക്കുന്നത്? റെട്രോ വൈറസ്, അഡിനോ വൈറസ്, ലെൻഡി വൈറസ്, ഈ മൂന്ന് വൈറസുകളാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ നോൺ വൈറൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ വൈറസ് ആണ് ഉപയോഗിച്ചത്. ഇവിടെ വൈറസ് അല്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് DNA ഇൻജെക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ലിപ്പോസോംസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോപോറേഷൻ. ലിപ്പോസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫെറിക്കൽ വെസിക്കിൾസ് ആണ്, അതായത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഫെറിക്കൽ വെസിക്കിൾസിനെയാണ് എന്തെന്ന് പറയുന്നത്, അതായത് ഫാറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാരിയേഴ്സിനെയാണ് ലിപ്പോസോംസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ലിപ്പോസോംസ് എന്ത് ചെയ്യും? ഈ DNA ക്യാരി ചെയ്യും. അതിനെയാണ് ഈ ലിപ്പോസോം മീഡിയേറ്റഡ്, അതായത് നോൺ വൈറൽ മെത്തേഡിൽ വരുന്ന ലിപ്പോസോം മീഡിയേറ്റഡ് ജീൻ ഡെലിവറിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഇലക്ട്രോപോറേഷൻ മെത്തേഡ് ആണ്. ഇലക്ട്രോപോറേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ പൾസസ് ഉപയോഗിച്ചിട്ട് അവരുടെ സെൽ വോളിൽ പോൾസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ആ പോൾസ് വഴിക്ക് DNA ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്ന ടെക്നിക്കാണ് ഈ പറഞ്ഞ ഇലക്ട്രോപോറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. വൈറൽ വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ടും ചെയ്യാം, നോൺ വൈറൽ മെത്തേഡ്സും അവൈലബിൾ ആണ്. നെക്സ്റ്റ്, ഏതൊക്കെ അപ്രോച്ചസ് ആണ് നമ്മൾ ജീൻ തെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഒന്ന് ജീൻ അഡീഷൻ വഴിക്ക് ചെയ്യാം, അതായത് ഒരു നോർമൽ ജീനിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ദെൻ ജീൻ എഡിറ്റിംഗ് ചെയ്യാം.
ഈ ജീൻ എഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ സാധാരണ പ്രൂഫ് റീഡിങ് അല്ലെങ്കിൽ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ, മിസ്റ്റേക്സ് വന്നത് കറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീനിനെ നമുക്ക് കറക്റ്റ് ചെയ്യാം. അതിന് എക്സാമ്പിൾ ആണ് ക്രിസ്പർ ഒക്കെ പറയുന്നത്. അതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. ദെൻ ജീൻ സൈലൻസിങ് എന്ന് പറയുമ്പോൾ ഹാർംഫുൾ ആയിട്ടുള്ള ജീൻസിനെ ടേൺ ഓഫ് ചെയ്യാം, അതിനൊന്ന് സൈലന്റ് ആക്കി വെക്കുക, എക്സ്പ്രസ് ചെയ്യാത്ത രീതിയിൽ അവരെ സൈലന്റ് ആക്കി ഇരുത്തുക. അതാണ് ജീൻ സൈലൻസിങ്. അങ്ങനെ 3 രീതിയിൽ നമുക്ക് ചെയ്യാം: ജീൻ അഡീഷൻ, ജീൻ എഡിറ്റിംഗ് ആൻഡ് ജീൻ സൈലൻസിങ്. ഇനി എന്തൊക്കെയാണ് ജീൻ തെറാപ്പിയുടെ അപ്ലിക്കേഷൻസ്? പ്രധാനമായിട്ടും നമുക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ പറയുന്ന സിസ്റ്റിക് ഫൈബ്രോസിസ്, അതുപോലെ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, അതുപോലെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സെൽസിനെ എൻഹാൻസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ട്യൂമർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്യൂമർ സെൽസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സെൽസിനെ റെഡിയാക്കി വെക്കുക, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ അവര് ചെയ്യുന്നത്. പിന്നെ ഇൻഫെഷ്യസ് ഡിസീസസ് പറയുകയാണെങ്കിൽ HIV, അതിന്റെ റിസർച്ച് ഇതിലൊക്കെ തെറാപ്പിയിലൊക്കെ ഈ പറയുന്ന ജീൻ തെറാപ്പിയുടെ അപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ജനറ്റിക് ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യാൻ, ദെൻ ക്യാൻസർ ട്രീറ്റ്മെന്റ്, ഇൻഫെഷ്യസ് ഡിസീസസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഈ ജീൻ തെറാപ്പി പറയുമ്പോൾ കുറച്ച് ചലഞ്ചസ് വരുന്നുണ്ട് അതിൽ, ഒപ്പം കുറച്ച് റിസ്ക്സും ഇൻവോൾവ് ആണ്. അപ്പൊ വാട്ട് ആർ ദ ചലഞ്ചസ് ആൻഡ് റിസ്ക് ഇൻവോൾവ് ഇൻ ജീൻ തെറാപ്പി? ഒന്ന്, ഈ തെറാപ്പി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം റിയാക്ഷൻസ് ഉണ്ടാവാം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനോട് പ്രതികരിക്കാം. പിന്നെ ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള എഫക്ട്സ് ചിലപ്പോൾ ഉണ്ടായിന്ന് വരാം. ദെൻ ഡിഫിക്കൽറ്റി ടാർഗറ്റിംഗ് ദ കറക്റ്റ് സെൽസ്, അതായത് ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന സെല്ലിനെ തന്നെ ചിലപ്പോൾ അത് അപ്രോച്ച് ചെയ്തു എന്ന് വരില്ല. അതായത് കറക്റ്റ് ആ നോർമൽ സെല്ലിനെയും കൂടെയും ചിലപ്പോൾ ഡിഫക്റ്റീവ് സെൽസിനെ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ നോർമൽ സെൽസിനെയും പോയിട്ട് അത് ടാർഗറ്റ് ചെയ്യാം. അതായത് കറക്റ്റ് ആയിട്ട് അതിന്റെ ടാർഗറ്റ് സെൽസിലോട്ട് എത്തിപ്പെടാനുള്ള ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. പിന്നെ കോസ്റ്റ് കൂടുതലാണ്. ഒബ്വിയസ്ലി നമുക്ക് അറിയുന്ന കാര്യമാണ്, ജീൻ തെറാപ്പി എന്നൊക്കെ പറയുമ്പോൾ കോസ്റ്റ് കൂടുതലുള്ള സംഗതിയാണ്. ദെൻ എത്തിക്കൽ കൺസേൺസ് ഉണ്ട്, എസ്പെഷ്യലി ജേം ലൈൻ തെറാപ്പി. ഞാൻ പറഞ്ഞു അതെന്താണ്, ഇൻഹെറിറ്റഡ് ആണ് അല്ലെ. അപ്പോൾ ജേം ലൈൻ തെറാപ്പി നമ്മൾ പറയുമ്പോൾ എത്തിക്കൽ കൺസേൺസ് ഒരുപാട് അതിൽ ഇൻവോൾവ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് അതിൽ വരുന്ന ചലഞ്ചസ്. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. First question: a child is suffering from a genetic disorder due to absence of a functional enzyme. ഓക്കെ, ഒരു ഫങ്ഷണലായ എൻസൈമിന്റെ ആബ്സെൻസ് കാരണം ആ ഒരു കുട്ടിക്ക് ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ട്. ഡോക്ടേഴ്സ് ഐസൊലേറ്റ് സെൽസ്, ഇൻസേർട്ട് എ ഫങ്ഷണൽ ജീൻ ആൻഡ് റീഇൻട്രൊഡ്യൂസ് ദം, അല്ലെ, ഒരു സെല്ലിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് ഒരു ഫങ്ഷണൽ ജീനിനെ ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും അത് ആ കുട്ടിയുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, റീഇൻട്രൊഡ്യൂസ് ചെയ്തു, എടുത്തിട്ട് വീണ്ടും അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ പ്രോസസ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജീൻ തെറാപ്പി തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇൻ വൈവോ ജീൻ തെറാപ്പി ഉണ്ട്, എക്സ് വൈവോ ജീൻ തെറാപ്പി ഉണ്ട്. ഓക്കെ, ഇൻ വൈവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, ഇൻ വൈവോ അല്ലെ, എക്സ് വൈവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് അല്ലെ. അപ്പോ ഇൻ എക്സ് അത് നിങ്ങൾക്ക് അറിയുന്നതാണ്, ഡിഫറൻസ് അറിയുന്നതാണ്. അപ്പൊ എന്തായിരിക്കാം ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ട്, എൻസൈം ഫങ്ഷണൽ എൻസൈം ആബ്സെന്റ് ആണ്. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്തു, ആ സെല്ലിനെ ഐസൊലേറ്റ് ചെയ്ത് ഫങ്ഷണൽ ജീൻ ഇൻസേർട്ട് ചെയ്ത് വീണ്ടും ആ കുട്ടിയുടെ ബോഡിയിലേക്ക് അതിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അപ്പൊ എന്തായിരിക്കാം അതിന്റെ ആൻസർ വരുന്നത്? അല്ലെ, പുറത്തെടുത്ത് വീണ്ടും അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എക്സ് വൈവോ ജീൻ തെറാപ്പിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ പറഞ്ഞിരിക്കുന്നത് ജീൻ തെറാപ്പി ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ADA ഡെഫിഷ്യൻസി. അതിന്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇൻട്രൊഡ്യൂസസ് എ ഫങ്ഷണൽ ജീൻ ഇൻ ടു ദ പേഷ്യന്റ് സെൽ. എന്തായിരിക്കാം ഇതിന്റെ ആൻസർ? ഈ റീസൺ കറക്റ്റ് അസേർഷന്റെ റീസൺ ആണോ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ADA ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജീൻ തെറാപ്പി യൂസ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് റീസൺ? ഇറ്റ് ഇൻട്രൊഡ്യൂസസ് എ ഫങ്ഷണൽ ജീൻ ഇൻ ടു ദ പേഷ്യന്റ് സെൽ. എന്തായിരിക്കാം അതിന്റെ ആൻസർ? രണ്ടും കറക്റ്റ് ആണ് അല്ലെ, അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്, അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് അല്ലെ. ജീൻ തെറാപ്പി ADA ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? ആ ഒരു ഫങ്ഷണൽ ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പേഷ്യന്റ് സെല്ലിലോട്ട് ഫങ്ഷണൽ ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ ADA ഡെഫിഷ്യൻസി ട്രീറ്റ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ, ക്യൂർ ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെക്ടർ യൂസ്ഡ് ഇൻ ജീൻ തെറാപ്പി? നമ്മൾ 2 മെത്തേഡ്സ് പറഞ്ഞിരുന്നു അല്ലെ, വൈറൽ മെത്തേഡ്സ്, അതായത് വൈറൽ വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാം, നോൺ വൈറൽ മെത്തേഡ്സ് ആയിട്ടുള്ള ലിപ്പോസോം മീഡിയേറ്റഡ് തെറാപ്പി യൂസ് ചെയ്യാം, ഇലക്ട്രോപോറേഷനും യൂസ് ചെയ്യാം. അല്ലാതെ വൈറൽ വെക്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഈ പറയുന്ന ഏതൊക്കെ വൈറസുകളാണ് നമുക്ക് അതിൽ യൂസ് ചെയ്യുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നോക്കിയാൽ തന്നെ വ്യക്തമാണ് അല്ലെ, അഡിനോ വൈറസ്, റെട്രോ വൈറസ്, ലിപ്പോസോം, റൈബോസോം അല്ലെ. എന്തായിരിക്കാം ഇതിന്റെ
ആൻസർ അല്ലാത്തത് വരുന്നത് നോട്ട് എ വെക്ടർ എന്നാ ചോദിച്ചിരിക്കുന്നത് റൈബോസോം ആണ്. റൈബോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് അല്ലെ, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, പ്രോട്ടീൻ സിന്തറ്റിക് മെഷീനറി ആയിട്ടാണ് നമ്മൾ റൈബോസോമിനെ പറയുന്നത്. ഇതൊരു വെക്ടർ ബേസ്ഡ് തെറാപ്പി അല്ല, വെക്ടർ ബേസ്ഡ് ആയിട്ട് വരുന്നതല്ല. അപ്പോ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് റൈബോസോംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് വൈവോ ജീൻ തെറാപ്പി മീൻസ്. എക്സ് വൈവോ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, ഒരു പേഷ്യന്റ് കേസ് വെച്ചിട്ട് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. സോ എന്തായിരിക്കാം ഇതിന്റെ ആൻസർ? എക്സ് വൈവോ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീൻസ് ബോഡിയുടെ ഉള്ളിൽ വെച്ച് ഇൻസേർട്ട് ചെയ്യാണോ? അതെന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇൻ വൈവോ ആൻഡ് എക്സ് വൈവോ. ദെൻ സെൽസ് മോഡിഫൈഡ് ഔട്ട്സൈഡ് ദ ബോഡി ആൻഡ് റീ ഇൻട്രൊഡ്യൂസ്ഡ് അല്ലെ. ഇൻ വൈവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്, ജീൻസ് ഇൻസേർട്ട് ചെയ്തിട്ട്. അതേസമയം എക്സ് വൈവോ എന്ന് പറയുമ്പോൾ ആ ബോഡിയുടെ ഉള്ളിൽ നിന്ന് സെൽസിനെ പുറത്തോട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ട് അതിനെ മോഡിഫൈ ചെയ്ത് റീ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ആൻസർ എന്തായിട്ട് വരും? സെൽസ് മോഡിഫൈഡ് ഔട്ട്സൈഡ് ദ ബോഡി ആൻഡ് റീ ഇൻട്രൊഡ്യൂസ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൊമാറ്റിക് ജീൻ തെറാപ്പി എഫക്ട്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ജേം ലൈൻ തെറാപ്പിയും സൊമാറ്റിക് ജീൻ തെറാപ്പിയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞു അല്ലെ. സൊമാറ്റിക് തെറാപ്പി എന്ന് പറയുമ്പോൾ അത് ബോഡി സെൽസിനെയും, ജേം ലൈൻ തെറാപ്പി എന്ന് പറയുമ്പോൾ അത് റീപ്രൊഡക്റ്റീവ് സെൽസ്, അതായത് എഗ്, സ്പേം അതിനെയൊക്കെയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? തെറാപ്പി എഫക്ട് ചെയ്യുന്നത്, സൊമാറ്റിക് ജീൻ തെറാപ്പി എഫക്ട് ചെയ്യുന്നത് ബോഡി സെൽസിനെയാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഈ താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ജീൻ തെറാപ്പി ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇൻഹെറിറ്റഡ് ഡിസീസസ്. ജേം ലൈൻ ജീൻ തെറാപ്പി ചേഞ്ചസ് ആർ ഹെറിറ്റബിൾ. സൊമാറ്റിക് ജീൻ തെറാപ്പി എഫക്ട്സ് ഓഫ്സ്പ്രിങ്സ്. അപ്പൊ ഇത് എന്തായിരിക്കാം ഇതിന്റെ ഓപ്ഷൻ? ഞാൻ ഓൾറെഡി ജേം ലൈൻ ജീൻ തെറാപ്പി എന്താണ്, സൊമാറ്റിക് ജീൻ തെറാപ്പി എന്താന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ എന്തായിരിക്കാം ഇതിന്റെ ആൻസർ വരുന്നത്? നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? ഇതിന്റെ ആൻസർ വരുന്നത് 1 and 2 ആണ് അല്ലെ. ജീൻ തെറാപ്പി ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇൻഹെറിറ്റഡ് ഡിസീസസ്. ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഡിസീസിനെ ക്യൂർ ചെയ്യാൻ വേണ്ടി നമുക്ക് ജീൻ തെറാപ്പി യൂസ് ചെയ്യാം, കറക്റ്റ് ആണ്. ദെൻ ജേം ലൈൻ ജീൻ തെറാപ്പി ചേഞ്ചസ് എന്ന് പറയുന്നത് ഹെറിറ്റബിൾ ആയിട്ട് വരുന്ന ചേഞ്ചസ് ആണ് അല്ലെ. ഓരോ ജനറേഷൻ വരും തോറും അത് ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന കേസസ് ആണ്, അത് അതിൽ എഫക്ട് കാണിക്കും. ദെൻ സൊമാറ്റിക് ജീൻ തെറാപ്പി എഫക്ട്സ് ഓഫ്സ്പ്രിങ്സ്. എഫക്ട് ചെയ്യോ? അത് ബോഡി സെൽസിലാണ് വരുന്നത്, ഇൻഹെറിറ്റഡ് അല്ല അല്ലെ. അപ്പൊ ആ ഒരു ഓപ്ഷൻ മിസ്റ്റേക്ക് ആണ്, തെറ്റാണ്. സോ 1 and 2 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ജീൻ തെറാപ്പിയിൽ വരുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, BT കോട്ടൺ. സോ എന്താണ് BT കോട്ടൺ? BT കോട്ടൺ എന്ന് പറയുന്നത് ഒരു GMO ആണ്. എന്താണ് GMO? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. അതിൽ തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പിൽ വരുന്നതാണ് BT കോട്ടൺ. അപ്പൊ എന്താണ് ഈ BT കോട്ടൺ? BT കോട്ടൺ എന്ന് പറയുമ്പോൾ ഒരു ഇൻസെക്ടിസൈഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതായത് ഒരു ബാക്ടീരിയം, ബാസില്ലസ് തുരിഞ്ചനസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ജീൻസ് വെച്ചിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു ക്രോപ്പ് വെറൈറ്റിയാണ് BT കോട്ടൺ എന്ന് പറയുന്നത്. ബാസില്ലസ് തുരിഞ്ചനസിസ് എന്ന് പറയുന്നത് ഒരു ഇൻസെക്ട് റെസിസ്റ്റന്റ് പ്ലാന്റ് ബാക്ടീരിയ ആണ്. അപ്പോ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ബാസിലസ് തുരിഞ്ചനസിസ് എന്ന് പറയുന്ന ബാക്ടീരിയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ജീനിനെ, അതായത് ഇൻസെക്ട് റെസിസ്റ്റൻസ് കൊടുക്കാൻ കാപ്പബിൾ ആയിട്ടുള്ള ജീനിനെ എടുത്തിട്ട് അത് വെച്ചിട്ട് ഒരു ക്രോപ്പ് മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതാണ് BT കോട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ BT കോട്ടന്റെ പ്രത്യേകത എന്താണ്? അത് BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ BT ടോക്സിൻ എന്ത് ചെയ്യും? ഇൻസെക്ട് പെസ്റ്റിനെ കില്ല് ചെയ്യും. അതായത് ഇൻസെക്ട്സിനെ കില്ല് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കില്ല? ഇൻസെക്ട്സിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഈ കോട്ടൺ ഇൻസെക്ട്സിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഈ BT കോട്ടന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജീൻ എടുത്തിട്ട്, ബാസിലസ് തുരിഞ്ചനസിസ് എടുത്തിട്ടുള്ള ജീൻ എടുത്തിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള ക്രോപ്പാണ് BT കോട്ടൺ. അത് BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ BT ടോക്സിൻ എന്ത് ചെയ്യും? ഇൻസെക്ട് പെസ്റ്റിനെ കില്ല് ചെയ്യും. ഈ BT ടോക്സിനെ എൻകോഡ് ചെയ്യുന്ന ജീനിന്റെ പേരാണ് ക്രൈജീൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. BT ടോക്സിനെ എൻകോഡ് ചെയ്യുന്ന ജീനാണ് ക്രൈജീൻ. അതിൽ തന്നെ 2 ജീൻസ് വരുന്നുണ്ട്, Cry1AC-യും Cry2AB-യും. അത് ഇമ്പോർട്ടന്റ് ആണ്. ക്രൈജീൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്തിൽ നിന്നാണ് വരുന്നത്? ബാസില്ലസ് തുരിഞ്ചനസിസ്. ഇനി ഓരോ ജീനും ടാർഗറ്റ് ചെയ്യുന്നത് ഓരോ സ്പെസിഫിക് ഇൻസെക്ട്സിനെയാണ്. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ മോഡ് ഓഫ് ആക്ഷൻ, മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണ് വരുന്നത്? BT ടോക്സിൻ, ഈ പറയുന്ന BT കോട്ടൺ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. BT കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ എന്ന് പറയുന്നത് അതിന്റെ പേരാണ് പ്രോടോക്സിൻ.
ടോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനാക്റ്റീവ് ടോക്സിൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ബി.ടി കോട്ടൺ എന്ത് പ്രൊഡ്യൂസ് ആയത് നമ്മുടെ ഈ പറയുന്ന ഉണ്ടാക്കിയ GM ക്രോപ്പ് ആയിട്ടുള്ള ബി.ടി കോട്ടൺ ഒരു ഇനാക്റ്റീവ് പ്രോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇനാക്റ്റീവ് പ്രോടോക്സിനെ നമ്മുടെ ഇൻസെക്ട് ഇതിനെ ഫീഡ് ചെയ്യാൻ വരുമ്പോൾ എന്തുണ്ടാവും, ഈ പ്ലാന്റിനെ ഫീഡ് ചെയ്യാൻ വരുമ്പോൾ ഈ ടോക്സിൻ അതിന്റെ ഉള്ളിൽ പോകും. അപ്പൊ ഇൻസെക്ടിന്റെ ഗട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ടോക്സിൻ ആക്ടിവേറ്റഡ് ആവും. ഇൻസെക്ട് ഗട്ടിന്റെ ഉള്ളിൽ ആൽക്കലൈൻ pH ആണ്. ഈ ആൽക്കലൈൻ pH വേണം ഈ ടോക്സിന്റെ ആക്ടിവേഷൻ നടക്കാൻ. അപ്പൊ എന്തുണ്ടായി, ബി.ടി കോട്ടൺ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്തു. ടോക്സിൻ ആണ് ഇനാക്റ്റീവ് പ്രോടോക്സിൻ. ഈ ഇനാക്റ്റീവ് പ്രോടോക്സിൻ ഇൻസെക്ട് കഴിക്കും അല്ലെ, ആ പ്ലാന്റിനെ കഴിക്കുമ്പോൾ അവരുടെ ഗട്ടിന്റെ ഉള്ളിൽ പോകും. ഗട്ടിന്റെ ഉള്ളിൽ ആൽക്കലൈൻ pH ആണ്. ഈ ആൽക്കലൈൻ pH വെച്ചിട്ട് ഈ ടോക്സിൻ ആക്ടിവേറ്റഡ് ആവും. അങ്ങനെ ഈ ടോക്സിൻ ഗട്ട് സെൽസുമായിട്ട്, എന്ത് ഗട്ട് സെല്ല്, ഇൻസെക്ടിന്റെ ഗട്ട് സെൽസുമായിട്ട് ബൈൻഡ് ആവും. ബൈൻഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗട്ടിന്റെ വോളിൽ പോൾസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഇൻസെക്ട് ചത്തുപോകും. ഇതാണ് ഇവിടുത്തെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഒന്നുമില്ല, ബി.ടി കോട്ടൺ ഒരു ഇനാക്റ്റീവ് പ്രോടോക്സിൻ സിന്തസൈസ് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ഇൻസെക്ട് ഈ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഈ പ്രോടോക്സിൻ അവരുടെ ഗട്ടിന്റെ ഉള്ളിൽ പോകും. ഗട്ടിന്റെ ഉള്ളിൽ ആൽക്കലൈൻ pH വെച്ചിട്ട് ഈ ടോക്സിൻ ആക്ടിവേറ്റഡ് ആവും. അങ്ങനെ ഈ ടോക്സിൻ ഗട്ട് സെല്ലിൽ പോയി ബൈൻഡ് ചെയ്യും. അവിടെ ഗട്ട് വോളിൽ പോൾസ് ഫോം ചെയ്യും. അങ്ങനെ ഇൻസെക്ട് ചത്തുപോകും. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ടാർഗറ്റ് പെസ്റ്റ്? ബോൾ വേംസ് ആണ് മെയിൻ ടാർഗറ്റ് വരുന്നത്. അതിൽ തന്നെ അമേരിക്കൻ ബോൾ വേമും ഉണ്ട്, പിങ്ക് ബോൾ വേമും ഉണ്ട്. രണ്ടു തരമുണ്ട് വേംസ്. പ്രധാന ടാർഗറ്റ് പറയുന്നത് ബോൾ വേം ആണ്. അതിൽ തന്നെ അമേരിക്കൻ ബോൾ വേമും പിങ്ക് ബോൾ വേമും ഉണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ ബി.ടി കോട്ടൺ യൂസ്ഫുൾ ആവുന്നത് അല്ലെ, എന്താണ് ഇവരുടെ അപ്ലിക്കേഷൻസ് എന്താണ് പറയുന്നത്? ഒന്ന്, നമുക്ക് പെസ്റ്റിസൈഡിന്റെ യൂസ് കുറയ്ക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് പെസ്റ്റിസൈഡ് യൂസ് ചെയ്യേണ്ടി വരുന്നത്? ഇൻസെക്ട്സ് ഒരുപാട് അറ്റാക്ക് വരുമ്പോൾ നമുക്ക് അവരെ ഒഴിവാക്കാൻ വേണ്ടി പെസ്റ്റിനെ കൊല്ലാൻ വേണ്ടി പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ബി.ടി കോട്ടൺ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ കില്ലിങ് നടക്കുകയാണ് അല്ലെ. ഈ ഇൻസെക്ട് ഗട്ടിൽ പോയി അങ്ങനെ അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇൻസെക്ട് ചത്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് പെസ്റ്റിസൈഡ്സിന്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. ദെൻ ക്രോപ്പ് ഈൽഡ് കൂട്ടാൻ പറ്റും. ദെൻ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ് അല്ലെ. നമ്മളിപ്പോ ഈ പറഞ്ഞ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് റെസിഡ്യൂസ് അങ്ങനെ നിന്ന് നമ്മുടെ ബോഡിയിൽ പോയി അങ്ങനെ കുറെ ഹാർംഫുൾ എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ബി.ടി കോട്ടൺ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെസ്റ്റിസൈഡിന്റെ യൂസ് കുറയ്ക്കാം, ക്രോപ്പ് ഈൽഡ് കൂട്ടാം, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലിയും ആണ്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ ഈ പെസ്റ്റുകൾ ചിലപ്പോൾ എന്ത് കൈവരിക്കാം, റെസിസ്റ്റൻസ്. കാരണം കുറെ കാലം ഇതേ നമ്മൾ തന്നെ ഒരു ഭക്ഷണം നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം. കുറെ കാലം നമുക്ക് ആദ്യമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഛർദ്ദിച്ചേക്കാം. കുറെ കാലം അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനോട് റെസിസ്റ്റന്റ് ആവും, നമുക്കത് ഓക്കെ ആവും, അഡാപ്റ്റ് ആവും. അതുപോലെ പെസ്റ്റുകൾ ചിലപ്പോൾ റെസിസ്റ്റൻസ് കൈവരിക്കാം. ദെൻ ചിലപ്പോൾ എന്തുണ്ടാവാം, അങ്ങനെ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അത് മാത്രമല്ല എല്ലാ ഇൻസെക്റ്റിനെയും ഇത് കില്ല് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു ടാർഗറ്റ് പെസ്റ്റ് എന്ന് പറഞ്ഞു ബോൾ വേംസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് വെച്ചിട്ട് ബി.ടി കോട്ടൺ വെച്ചിട്ട് നമുക്ക് എല്ലാ ഇൻസെക്ട്സിനെയും നശിപ്പിക്കാൻ പറ്റില്ല, കില്ല് ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രോപ്പർ മാനേജ്മെന്റും അത്യാവശ്യമാണ്. അത് പ്രോപ്പർ മാനേജ്മെന്റിനെ പറയുന്ന പേരാണ് റെഫ്യൂജ് സ്ട്രാറ്റജി. അതായത് റെഫ്യൂജ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാമേഴ്സ് എന്ത് ചെയ്യണം, ഈ ബി.ടി കോട്ടൺ നടുമ്പോൾ അതിന്റെ സൈഡിലായിട്ട് നോൺ ബി.ടി കോട്ടൺ നടുമ്പോൾ തൊട്ടടുത്ത് എന്തും നടണം, കുറച്ച് നോൺ ബി.ടി കോട്ടണും പ്ലാന്റ് ചെയ്ത് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? റെസിസ്റ്റൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാം ബി.ടി കോട്ടൺ ആണെങ്കിൽ ഈ ഇൻസെക്ട്സ് അതങ്ങനെ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. നമ്മളിപ്പോ ഒരു ആന്റിബയോട്ടിക് സ്ഥിരം അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ശരിയായ രീതിയിൽ ഉപയോഗിക്കാണ്ടൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ റെസിസ്റ്റൻസ് വരും. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, പ്ലാന്റ് ചെയ്യുമ്പോൾ ബി.ടി കോട്ടൺ പ്ലാന്റ് ചെയ്യണതിന്റെ ഒപ്പം നോൺ ബി.ടി കോട്ടണും പ്ലാന്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഇൻസെക്ട് റെസിസ്റ്റൻസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ലിസ്റ്റ് 1 ബി.ടി ടോക്സിൻ കൊടുത്തിട്ടുണ്ട്, ക്രൈജീൻ, ബോൾവേം, പ്രോടോക്സിൻ. അപ്പുറത്തെ സൈഡില് പ്രോട്ടീൻ ക്രിസ്റ്റൽ, ഇൻസെക്ടിസൈഡൽ ജീൻ, ടാർഗറ്റ് പെസ്റ്റ് ആൻഡ് ഇനാക്റ്റീവ് ടോക്സിൻ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം അതെന്തൊക്കെയോ അല്ലെ, എന്താണ് ആൻസർ, എന്തായിരിക്കാം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ വരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കറക്റ്റ് ആയിട്ട് അതിന്റെ ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അല്ലെ. കറക്റ്റ് ആയിട്ട് ആ ഓർഡറിലാണ് അതിൽ കൊടുത്തേക്കുന്നത്. ബി.ടി ടോക്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ക്രിസ്റ്റൽ ആണ്. ദെൻ ക്രൈജീൻ എന്ന് പറയുന്നത് ഇൻസെക്ടിസൈഡൽ ജീൻ ആണ്. ഈ പറയുന്ന ബാസിലസ് തുരിജിൻസിൽ നിന്ന് എടുക്കുന്ന ഒരു ജീനാണ് ക്രൈജീൻ എന്ന് പറയുന്നത്. അത് വെച്ച് മോഡിഫൈ ചെയ്തിട്ടുള്ള കോട്ടൺ ആണ് ബി.ടി കോട്ടൺ. ദെൻ അടുത്ത് ബോൾവേം എന്ന് പറയുന്നത് ഈ ബി.ടി കോട്ടന്റെ ടാർഗറ്റ് പെസ്റ്റ് ആണ്. ദെൻ പ്രോടോക്സിൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ടോക്സിൻ ആണ്. ഇത് ആക്ടിവേറ്റഡ് ആവുന്ന എവിടെ വെച്ചിട്ടാണ്? ഇൻസെക്ടിന്റെ ഗട്ടിന്റെ ഉള്ളിൽ ആൽക്കലൈൻ pH വെച്ചിട്ടാണ് അത് ആക്ടിവേറ്റഡ് ആവുന്നത്. അപ്പൊ
അതെല്ലാം കറക്റ്റ് ആയിട്ടാണ് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും എന്തോ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് അറിയുന്നതും കൂടി ചില സാഹചര്യങ്ങളിൽ തെറ്റുവരുത്താം. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. Next question, which statements are correct? Bt toxin is activated in insect gut. Bt cotton kills all insects. Cry proteins are encoded by cry genes. എന്തായിരിക്കാം ഇതിന്റെ ആൻസർ? നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. എന്താണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? 1 and 3 ആണ്. Bt cotton എല്ലാ ഇൻസെക്ട്സിനും കില്ല് ചെയ്യില്ല അല്ലെ. അതിന്റെ ടാർഗറ്റ് പെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബോൾവേം ആണ്. ബാക്കി രണ്ട് ഓപ്ഷനും കറക്റ്റ് ആണ്. Bt toxin is activated in insect gut അല്ലെ, ഈ പറയുന്ന ആൽക്കലൈൻ pHലെ. Then cry proteins എവിടെ നിന്നാണ് എടുക്കുന്നത്? ഇത് ഈ പറയുന്ന ബാക്ടീരിയ ആയിട്ടുള്ള ബാസിലസ് തുരിഞ്ചൻസിസ് എടുക്കുന്ന ജീനാണ് ക്രൈ ജീൻ എന്ന് പറയുന്നത്. അത് വെച്ച് മോഡിഫൈ ചെയ്യണം അല്ലെ, ക്രൈ ജീൻസ് ആണ് എടുക്കുന്നത്. Next question, a farmer uses a genetically modified crop that produces toxin only when eaten by insects. This crop is അല്ലെ, ഒരു ഫാമർ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് യൂസ് ചെയ്തു, അതൊരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എപ്പോ മാത്രം? ഇൻസെക്ട്സ് കഴിച്ചാൽ മാത്രം. ഏതാണ് ആ ക്രോപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ് അതിന്റെ ആൻസർ? BT cotton. Next question, BT cotton contains genes obtained from. എവിടെ നിന്നാണ് BT cottonന്റെ ക്രൈ ജീൻസ് എടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. ബാസിലസ് തുരിഞ്ചൻസിസ്. Next question, BT toxin becomes active in. BT toxin activated ആവുന്നത് ഞാൻ പറഞ്ഞു. BT toxin എന്ന് പറയുന്ന ഒരു ഇനാക്റ്റീവ് പ്രോടോക്സിൻ ആണ്. അത് ഇൻസെക്റ്റിന്റെ ഗട്ടിൽ പോകുമ്പോൾ, ഗട്ടിൽ ഏത് pH ആണെന്നും ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് അതിന്റെ ആൻസർ വരുന്നത്? ആൽക്കലൈൻ pH ഓഫ് ഇൻസെക്ട് ഗട്ട്. Last question, the mode of action of BT toxin involves. BT toxinന്റെ mode of action എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കാം അതിന്റെ ആൻസർ? DNA replication ബ്ലോക്ക് ചെയ്യാണോ, ഇൻസെക്ട് ഗട്ട് വാൾ ഡിസ്ട്രോയ് ചെയ്യാണോ, ഫോട്ടോസിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യാണോ, അതോ ഡീഹൈഡ്രേഷൻ ആണോ? എന്താണ് അതിന്റെ ആൻസർ? ഡിസ്ട്രോയിങ് ഇൻസെക്ട് ഗട്ട് വാൾ അല്ലെ, ഇൻസെക്ട് ഗട്ട് വാളിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഇൻസെക്ട് ചത്തുപോകും. അതാണ് അവിടെ മോഡ് ഓഫ് ആക്ഷൻ പറയുന്നത്. സോ താങ്ക് യു. ഈ ടോപ്പിക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. നമ്മൾ 2 ടോപ്പിക് എന്ന് ഡിസ്കസ് ചെയ്തു, ജീൻ തെറാപ്പി, BT കോട്ടണും. ഇത് ക്യുഎറ്റിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയ ആണ്. സോ മറക്കാതെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക. ഒപ്പം നമ്മുടെ യൂട്യൂബ്, ഇൻസ്റ്റാ പേജ്, ടെലിഗ്രാം പേജിലെ പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. 11-ാം തീയതി മുതൽ ക്യുഎറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. സോ എന്തായാലും നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.